ശക്തമായ മഴയിൽ തിരുവനന്തപുരം വർക്കലയിൽ കുന്നുകൾ ഇടിഞ്ഞു വീണു. ഏണിക്കൽ ബീച്ചിനും ആലിയിറക്കം ബീച്ചിനും ഇടയിലായി 4 ഇടങ്ങളിലാണ് കുന്നിടിഞ്ഞത്. 30ഓളം മീറ്ററോളം കുന്നിടിഞ്ഞു. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, കഴിഞ്ഞ മണിക്കൂറിലും ഇത് നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ്. ജനം TV വളരെ മുൻപ് തന്നെ ഇവിടെയുള്ള അനധികൃത റിസോർട്ട് നിർമ്മാണത്തെക്കുറിച്ച് വാർത്തകൾ കൊടുത്തിട്ടുണ്ട്. ആ സമയത്തെല്ലാം നമ്മൾ പറഞ്ഞതാണ് ഇത് കുന്നിടിച്ചിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അനധികൃതമായ റിസോർട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ അവിടേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ നമ്മൾ പുറത്തുവിട്ടിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഒരു മഴ പെയ്തപ്പോൾ വീണ്ടും കുന്നിടിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിൽ കൃത്യമായ നടപടി അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല, അല്ലെങ്കിൽ അധികാരികൾ ഇതിനെതിരെ കണ്ണടയ്ക്കുകയാണെന്ന് തന്നെയല്ലേ പറയേണ്ടത്? ദേവിക, തീർച്ചയായും ഈ വർക്കല മേഖലകളിൽ ഇത്തരമൊരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ പലതവണ വാർത്തകൾ നൽകിയിട്ടുള്ളത്. അതായത് അനധികൃതമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ നടക്കുന്നുണ്ട്. ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇത്തരത്തിലുള്ള പ്രകൃതിക്ഷോഭത്തിനും അതുപോലെ തന്നെ മണ്ണിടിച്ചിലിനുമെല്ലാം കാരണമാകുമെന്ന രീതിയിൽ നമ്മൾ പലതവണ മുന്നറിയിപ്പ് നൽകുകയും വാർത്തകൾ നൽകുകയും ചെയ്തതാണ്. എന്നാൽ വർക്കല നഗരസഭയുടെ ഭാഗത്തു നിന്നോ അധികൃതരുടെ ഭാഗത്തു നിന്നോ ഇത്തരത്തിൽ യാതൊരു നടപടികളും സ്വീകരിക്കാതായതോടുകൂടിയാണ് ഇത്തരത്തിൽ നിലവിൽ കുന്നുകൾ ഇടിഞ്ഞ് താഴേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഈ പറഞ്ഞ ഈ സ്ഥലങ്ങളിലെല്ലാം, ഈ വർക്കല പാവനാശത്തോട് ചേർന്ന് കിടക്കുന്ന ഈ കുന്നിൻ്റെ പ്രദേശങ്ങളിലെല്ലാം നിരവധി റിസോർട്ടുകളാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ, സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും പാലിക്കാതെയാണ് അവിടെ കുന്നിടിച്ച് നികത്തിക്കൊണ്ടുള്ള റിസോർട്ട് നിർമ്മാണം നടന്നത്. അതാണ് നിലവിൽ ഇത്തരത്തിലൊരു സ്ഥിതിയിലേക്ക് രൂപപ്പെടുവാൻ കാരണമായത്. ഏകദേശം 30 മുതൽ 40 മീറ്റർ താഴെ വരെ കുന്നിടിഞ്ഞ് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. മണ്ണിടിച്ചിലുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പ്രഭാത സവാരിക്ക് വേണ്ടി എത്തുന്ന നിരവധി ആളുകൾ എത്തുന്ന പ്രദേശമാണ്. മാത്രമല്ല വിനോദസഞ്ചാരികളായിട്ടുള്ള നിരവധി ആളുകൾ ഈ പ്രദേശത്ത് കൂടി എത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ വലിയൊരു അപകടമാണ് ഒഴിവായത്. മഴ കാരണമാണ് ആളുകൾ എത്താതിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ അപകടം ഒഴിവായി മാറുകയും ചെയ്തു. ഈ പ്രദേശങ്ങളിലെല്ലാം ഈ വ്യാപകമായ റിസോർട്ട് മാഫിയയുടെ പ്രവർത്തനം തകൃതിയായി നടക്കുന്നതായിട്ടുള്ള വാർത്തകളാണ് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്നതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ദുരന്തമുണ്ടായത്. പ്രദേശവാസികളിലേക്കും വളരെയേറെ പരാതിപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് അറിയാം, ഈ കുന്നിടിഞ്ഞ് വീണ പ്രദേശത്ത് തുരങ്കങ്ങൾ അതായത് കുഴികൾ നിർമ്മിച്ചുകൊണ്ട് താഴേക്ക് കടൽ തീരത്തേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് നിർമ്മാണം, പടികൾ നിർമ്മിക്കുന്ന നടപടികൾ പുരോഗമിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല അശാസ്ത്രീയമായ രീതിയിൽ കുന്നുകൾ ഇടിക്കുന്ന നടപടികളൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ഒരു മഴ പെയ്തതോടുകൂടി ഈ കുന്നുകൾ ഇടിഞ്ഞ് താഴേക്ക് വീഴുവാൻ കാരണമായി മാറിയത്. വലിയ ഒരു ദുരന്തമാണ് എന്തായാലും ഒഴിവായത്. ആളപായമൊന്നും ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല നിലവിൽ. എന്നാൽ ഇത്തരം പ്രദേശങ്ങളിലെല്ലാം വിനോദസഞ്ചാരികൾ ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ് ഇത്. ഈ സ്ഥലത്താണ് ഈ കുന്നുകൾ ഇടിഞ്ഞു വീണത്. വലിയ ഒരു ദുരന്തം ഒഴിവാക്കുകയും ചെയ്തു. നേരത്തെ തന്നെ പലതവണ നമ്മൾ റിപ്പോർട്ട് ചെയ്തെങ്കിൽ പോലും വർക്കല നഗരസഭയുടെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ല. ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഒരു സ്റ്റോപ്പ് മെമ്മോ നൽകി പോകുന്നതല്ലാതെ മറ്റു നടപടികളിലേക്ക് വർക്കല നഗരസഭ കടന്നില്ല എന്നതാണ് ഇപ്പോൾ ഏറ്റവും എടുത്തു പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു സ്ഥിതി ഉണ്ടാകുന്നത്. ഈ പ്രദേശമെന്ന് പറയുന്നത് അതീവ പാരിസ്ഥിതിക ലോല പ്രദേശമാണ്. നമുക്ക് അറിയാം, അതായത് ഈ വർക്കല ഈ കടൽ തീരത്തിനോട് ചേർന്ന് ഒരു 30 മുതൽ 40 മീറ്റർ വരെ ഉയർന്ന കുന്നുകൾ നിരനിരയായുള്ള സ്ഥലമാണ് വർക്കല. അതീവ പ്രകൃതിരമണീയമായ ഒരു സ്ഥലം കൂടിയാണ്. എന്നാൽ ഈ പ്രദേശം വലിയ പാരിസ്ഥിതിക ലോല പ്രദേശം കൂടിയാണ്. നിർമ്മാണ പ്രവർത്തികളടക്കം നടത്താൻ പാടില്ല എന്ന നിർദ്ദേശവും നേരത്തെ തന്നെ നൽകിയിട്ടുള്ളതാണ്. അവിടെയാണ് ഈ റിസോർട്ട് മാഫിയകളുടെ പ്രവർത്തനം ശക്തമായി നടക്കുന്നത്. ഈ പ്രദേശങ്ങളിലെല്ലാം റിസോർട്ടിന്റെ ഭാഗമായിട്ട് കുഴി കുത്തുകയും മറ്റ് നിർമ്മാണ പ്രവർത്തികളൊക്കെ നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ മണ്ണിടിച്ചിൽ വീണ സ്ഥലത്ത് പോലും നിരവധി റിസോർട്ടുകൾ അപകടാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നതായിട്ടാണ് പ്രാദേശിക റിപ്പോർട്ടർമാരടക്കം അവിടുന്ന് സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിലാണ് ഈ സ്ഥിതിവിശേഷം തുടരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ദുരന്തം വന്നു ചേരാനുള്ള കാരണമായി പോയത്. എന്തായാലും ഇതിൽ ഈ സമയത്ത് മണ്ണിടിച്ചിലുണ്ടാകുന്ന സമയത്ത് മറ്റ് പ്രദേശവാസികളോ ജനങ്ങളോ ആരും ഇല്ലാത്തതാണ് കൂടുതൽ അപകടസ്ഥിതിയിലേക്ക് ചെന്നെത്താതിരുന്നത്. നിലവിലും സമാന സ്ഥിതിയാണ് ഈ പ്രദേശങ്ങളിലെല്ലാം തുടരുന്നത്. ഒരു ശക്തമായ മഴ വന്നു കഴിഞ്ഞാൽ കൂടുതൽ മണ്ണിടിച്ചിലുണ്ടാകുകയും റിസോർട്ടുകൾക്ക് തന്നെ അത് ദുരിതമായി ബാധിക്കുന്ന അല്ലെങ്കിൽ പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ അധികൃതർ യാതൊരു നടപടിയും എടുക്കുന്നില്ല എന്നൊരു ആക്ഷേപം വ്യാപകമായി ഉയരുകയും ചെയ്യുന്നത്. പ്രധാനമായിട്ടും വർക്കല നഗരസഭയെ പറ്റിയിട്ടാണ് ഈ ആക്ഷേപം ഉയരുന്നത്. നഗരസഭയുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നൊരു ആക്ഷേപവും എന്തായാലും ഉയർന്നുണ്ട്. ദേവിക. പ്രശാന്ത്, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്ന് തന്നെയാണ് വർക്കല. ഇവിടേക്ക് എത്തുന്ന ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകേണ്ടതും അധികാരികൾ തന്നെയാണ്. ഇത്തരത്തിൽ കുന്നിടിച്ചിൽ തുടർക്കഥയാകുന്ന ഈ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും സംവിധാനം ഇതിനെ തടുക്കാനായിട്ട് അധികൃതർ മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ?
അത്തരത്തിലുള്ള യാതൊരു നടപടികളും ആരംഭിച്ചതായിട്ടുള്ള യാതൊരു റിപ്പോർട്ടുകളും നിലവിൽ ലഭിച്ചിട്ടില്ല. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ക്ലിഫിനോട് ചേർന്നൊരു ഭാഗമുണ്ട്, അതുപോലെ തന്നെ വർക്കല ക്ലിഫ് ഭാഗം, അതുപോലെ തന്നെ ഈ ഉയർന്ന ഒരു പ്രദേശം, ഈ പ്രദേശത്ത് നിന്നുകൊണ്ട് കടലിന്റെ സൗന്ദര്യം വലിയ രീതിയിൽ ആസ്വദിക്കാൻ കഴിയുമെന്നാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ സഞ്ചാരികൾ അവിടേക്ക് ഒഴുകിയെത്തുന്നത്. അതായത് ഈ സമുദ്രനിരപ്പിൽ നിന്ന് 30 മീറ്റർ അല്ലെങ്കിൽ 40 മീറ്ററോളം ഉയരമാണ് ഈ പ്രദേശത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ആ കുന്നിൻ മുകളിൽ ഇരുന്നുകൊണ്ട് കടലിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റും. അതുപോലെ തന്നെ അസ്തമയം ആസ്വദിക്കാൻ കഴിയും എന്നതൊക്കെ കൊണ്ട് തന്നെയാണ് വലിയ രീതിയിൽ ഈ ആഭ്യന്തര സഞ്ചാരികളും അതുപോലെ തന്നെ അല്ലാത്ത വിദേശ സഞ്ചാരികളെല്ലാം ഈ പ്രദേശത്തേക്ക് ധാരാളമായി എത്തുന്നത്. എന്നാൽ അതേ തുടർന്നാണ് നിരവധി പ്രദേശങ്ങളിലേക്ക് ഈ റിസോർട്ടുകൾ കെട്ടിപ്പടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. റിസോർട്ട്, അതായത് ഈ കുന്നുകൾക്ക് നിന്നും ഇത്ര മീറ്റർ ദൂരെ മാറി നിന്ന് വേണം, 100 മീറ്ററോളം ദൂരത്ത് നിന്ന് വേണം ഈ നിർമ്മാണ പ്രവൃത്തികൾ നടക്കാനെന്നുള്ള ഒരു നിർദ്ദേശം നിലനിൽക്കെ അതുപോലും ലംഘിച്ചുകൊണ്ട് കുന്നിനോട് ചേർന്ന പ്രദേശങ്ങളിലെല്ലാം റിസോർട്ടുകൾ നിർമ്മിക്കുകയും സ്വിമ്മിംഗ് പൂളുകൾ അടക്കം നിർമ്മിക്കുകയും മാത്രമല്ല ആ കുന്നിൻ പുറത്ത് നിന്ന് താഴേക്ക് ബീച്ചിലേക്ക് ഇറങ്ങുവാനുള്ള വഴികൾ നിർമ്മിക്കുകയും കുന്നുകൾ ഇടിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവൃത്തികൾ നടക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇതാണ് ഇത്തരത്തിലുള്ളൊരു ഈ മണ്ണിടിച്ചിലിന് കാരണമാകുന്നതായിട്ടുള്ള നിദാനം ഒരു കാരണം എന്ന് പറയുന്നത്. നേരത്തെ തന്നെ ക്ലിഫ് പരിസരത്തെല്ലാം കുന്നുകളിൽ കുഴികൾ രൂപപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ മണ്ണിടിച്ചിലുണ്ടാകുന്ന സാഹചര്യമൊക്കെ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്നു. ഈ ഇന്നലെ പെയ്ത ശക്തമായ മഴ കൂടി പെയ്തതോടുകൂടിയാണ് ഈ പ്രദേശങ്ങളിലെ മണ്ണിടിച്ചിൽ രൂക്ഷമായി വന്നത്. എന്തായാലും നിരവധി ആളുകൾ, വിദേശ സഞ്ചാരികളടക്കം വിനോദസഞ്ചാരികൾ എത്തുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ദുരന്തം ഇനിയും ഉണ്ടാകാൻ സാധ്യത ഏറെയാണ്. അതായത് ആളുകളുള്ള സ്ഥലങ്ങളാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള മണ്ണിടിച്ചിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ ദുരന്തത്തിലേക്ക് ചെന്ന് എത്തുകയും ചെയ്യും. അധികൃതരുടെ ശ്രദ്ധ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു പ്രദേശമാണ്. നിലവിൽ ഇത്തരത്തിലൊരു നടപടി എടുത്തില്ലെങ്കിൽ വലിയൊരു ദുരന്തത്തിന് സാക്ഷിയാകേണ്ടി വരും. ദേവിക. ശരി, സമഗ്രമായ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്.